ഹായ് ഗായ്സ്, എല്ലാവർക്കും ARJ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കങ്കുവ കണ്ടു. പടത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു സിനിമ ഇന്ന് രാവിലെ 4 മണിക്കാണ് കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലത്തും റിലീസായത്. ഞാൻ 4 മണിക്കുള്ള ഷോയ്ക്ക് പോയില്ല, കാരണം ഉറക്കം എണീറ്റിരുന്ന് പോയിട്ട് ആവറേജ് ആയിട്ടുള്ളൊരു പടമാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഒരു ദുരന്തമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഉറക്കം എണീറ്റ് പോകുന്ന ആ പരിപാടി ഞാൻ തൽക്കാലത്തേക്ക് നിർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 മണിക്കുള്ളൊരു ഷോയ്ക്കാണ് ഞാൻ സിനിമയ്ക്ക് കയറുന്നത്. 4 മണിക്ക് നേരത്തെ തന്നെ ഫസ്റ്റ് ഷോ കഴിയുന്നത് കൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോയി നോക്കുമല്ലോ. അങ്ങനെ എക്സിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയ സമയത്ത് പടത്തിൻ്റെ സീൻ ബൈ സീൻ എടുത്തിട്ടിരിക്കുകയാണ്, കമൻ്റായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ. പടം എങ്ങനെയോ ആയിക്കോട്ടെ, നമുക്ക് അതിനെ വിമർശിക്കാനായിട്ടുള്ളൊരു അവകാശമുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് കണ്ട പടം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയാനും അതിനെ ട്രോൾ ചെയ്യാനും ഒക്കെ ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഒരു പടത്തിൻ്റെ സീനൊക്കെ ഇതേ കണക്ക് റിലീസ് ചെയ്ത് സമയങ്ങൾക്കകം, അതായത് പടം ഫസ്റ്റ് ഹാഫ് അങ്ങാണ്ട് കഴിയുന്ന ടൈമിൽ സീൻ ബൈ സീൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കും. അതൊക്കെ എന്തൊരു അപരാധം പ്രവൃത്തിയാണ്. അതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല കേട്ടോ. നമുക്ക് ട്രോൾ ചെയ്യാനും വിമർശിക്കാനും ഒക്കെ അവകാശമുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള ചെറ്റത്തരം കാണിക്കരുത് എന്നുള്ളതാണ്. ശരിക്കും അതൊരു ചെറ്റത്തരമാണ്. ഓക്കെ, എനിക്കത് ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് മെൻഷൻ ചെയ്തിട്ട് പടത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇനി സിനിമയെക്കുറിച്ച് സംസാരിക്കാം. കങ്കുവ, ശിവ, ഡയറക്ടർ ശിവ. ഫ്ലാഷ് ബാക്ക്. പലരും നമ്മുടെ ഡയറക്ടർ ശിവയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയോ, ഈ ഒരു പടം ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ഏറ്റവും ഞെട്ടിക്കാൻ പോകുന്നത് ശിവ എന്ന ഡയറക്ടർ ആയിരിക്കും. ഓർക്കുന്നുണ്ട്, വല്ലാതെ ഓർക്കുന്നുണ്ട്. ഞെട്ടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇമാതിരി ഞെട്ടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അണ്ണാ, പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു പടം മൊത്തം. ഇതാണ് പടം, ഒരു പാസം കൊണ്ട് ആറാട്ട്. എൻ്റെ പൊന്നണ്ണ, ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും കുറേ അധികം നെഗറ്റീവ് റിവ്യൂ ഞാൻ പടത്തിന് കയറുന്നതിന് മുമ്പ് തന്നെ കണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ആവറേജ് ഫീൽ കിട്ടി. ഞാൻ ആലോചിച്ച്, ഇനി ഇത് ഡീഗ്രേഡിങ് ആണോ? യവന്മാരൊക്കെ എന്തിനും ഇമാതിരി നെഗറ്റീവ് ഒക്കെ അടിച്ചിറക്കണം? ഒരു ആവറേജ് പടം ഉണ്ടല്ലോ, ഇനി അതോ ഈ 4 മണിക്കൊക്കെ പോയി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നതാണോ എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴത്തേക്കാണ് എൻ്റെ പൊന്നണ്ണ, അയ്യോ എൻ്റെ സ്വാമി, ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു? പാസോന്നൊക്കെ പറഞ്ഞ ഇതിനകത്ത് ലാസ്റ്റ് സൂര്യണ്ണൻ്റെ എൻ മകനെ എന്നുള്ളൊരു വിളിയുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൊലി ഉരിഞ്ഞു പോകുന്ന ലെവലൊരു ക്രിഞ്ചായിട്ടും. എൻ്റെ പൊന്നേ, ഇത് 2 കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഫ്രാൻസിസും കങ്കുവയും, ഇതാണ് സൂര്യ അവതരിപ്പിക്കുന്ന 2 ക്യാരക്ടേഴ്സിൻ്റെ നെയിം. ഇതിനകത്ത് ഫ്രാൻസിസിൻ്റെ ആ ഒരു പോർഷൻസ് ഫസ്റ്റ് ഹാഫിൽ കുറേ ചളിയുണ്ടായിരുന്നു. അത് മാത്രമല്ല, സിരുത്തയിലെ നമ്മുടെ കാർത്തിയില്ലേ, പുള്ളിക്കാരനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണക്കത്തെ ആയിരുന്നു സൂര്യയുടെ പ്രകടനം ഇതിനകത്ത്. എന്നാലും പടം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ വലിയ തരക്കേടില്ല എന്ന് എനിക്കങ്ങ് തോന്നി. ഓക്കെ, ബാക്കി ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് ലെവൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. സെക്കൻഡ് ഹാഫിൽ എന്തോ വലുത് വരാനുണ്ടെന്നും പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്ക് പാസത്തോട് പാസം എൻ്റെ പൊന്നെ, പാസം കൊണ്ട് ആറാട്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് 7 ഫൈറ്റ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം കൊള്ളാമെന്ന് തോന്നി കേട്ടോ. അത് കുറച്ചൊരു ലേഡീസിൻ്റെ ഒരു ഫൈറ്റാണ്, അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ബാക്കി ഒരെണ്ണം ഒരു ഗൂസ് ബംസ് വരുത്തിക്കാനോ അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരൊറ്റ ഫൈറ്റ് വന്നിട്ടില്ല. അങ്ങോട്ടും ആളെടുത്ത് വീശുന്നു, ഇങ്ങോട്ടും ആളെടുത്ത് വീശുന്നു. എൻ്റെ പൊന്നെ, എല്ലാം ഒരേ രീതിക്കുള്ള ഫൈറ്റ്. അത് കണ്ടിരിക്കുന്നവർക്ക് തന്നെ മടുപ്പിക്കും. ഫൈറ്റ് വന്ന് പോണു എന്നുള്ളൊരു വികാരം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനകത്ത് യാതൊരുവിധ ഇമോഷണൽ കണക്ഷനോ, പടത്തിനകത്ത് നിറച്ച് ഇമോഷനാണ് പാസം, പക്ഷെ അത് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരു ഇമോഷണൽ കണക്ഷൻ ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ഫീൽ ചെയ്യുന്നതും ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. പിന്നെ സൂര്യയുടെ പ്രകടനം ഞാൻ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിസിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സിരത്തയിലെ നമ്മുടെ കാർത്തിയാണ് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞ് കങ്കുവയിലേക്ക് വന്നപ്പോഴത്തേക്കും ഓക്കെ, ഡയലോഗ്സ് ഒക്കെ ഒരു നാടക രീതിയിലുള്ളതാണെങ്കിലും ഫസ്റ്റ് ഹാഫ് തരക്കേടില്ല, കൊള്ളാമെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും തനി രാജാപ്പാട്ട് നാടകത്തിലെ ഡയലോഗ്സും അതേ കണക്കത്തെ ഒരു സംഭവമാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനോ ഒരു തേങ്ങയും പടത്തിലില്ല എന്നുള്ളതാണ് ഈ ഒരു പടത്തിലെ പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയ പോസിറ്റീവ് DSP ദേവിശ്രീ പ്രസാദ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സ്ഥലത്തും കത്തിച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ തോന്നുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു ലെവലിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതെല്ലാം അണ്ണൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ സപ്പോർട്ട് ചെയ്യുന്ന കണക്കൊരു സീനൊന്നും എടുത്തു വെക്കാനായിട്ട്, ആ ഒരു മാസ് അപ്പീൽ, ആ ഒരു മാസ് എലിവേഷൻ കൊണ്ടുവരുന്ന രീതിയിൽ സീൻസ് ഒന്നും എടുത്തു വെക്കാനായിട്ട് ശിവയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഗോട്ട് ഇറങ്ങിയ സമയത്ത്
സ്റ്റേഡിയത്തിന്റെ മണ്ടേ കൂടി ബൈക്ക് ചാടിച്ചു എന്ന് പറഞ്ഞ് ട്രോളിയവന്മാർക്കൊക്കെ ഒരു 1.5 ട്രിബ്യൂട്ട് ഇതിന്റെ ക്ലൈമാക്സിൽ ശിവേണ്ണ ഒരുക്കി വച്ചിട്ടുണ്ട് കേട്ടാ. എന്റെ പൊന്നെ ഒന്നും പറയില്ല കേട്ടാ. കത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും ഇത് അല്പം കടന്നുപോയി. പിന്നെ 3D എഫക്ട്സിനെ പറ്റിയിട്ട് പറയാനാണെങ്കിലേ, നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് 3D പടമാണേ ആണേ എന്ന് വിളിച്ചു പറയുന്ന കണക്ക് ഇടയ്ക്ക് ജെംസ് എടുത്തെറിയുക, ഗ്ലാസ് പൊട്ടി വരിക, വെള്ളം വീഴുക, തീ വരിക, ആ ഒരു രീതിയിലുള്ള എഫക്ട്സ് ഒക്കെയാണ് ഇതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഗൺ ഷൂട്ടിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. ബുള്ളറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത് കൊള്ളായിരുന്നു, ആ ഒരു 3D എഫക്റ്റ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും 3Dക്ക് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക, ജെംസ് ഒക്കെ എടുത്തെറിയുക, കുപ്പിച്ചില്ലൊക്കെ ഉണ്ടല്ലോ പൊട്ടി വരിക, കല്ലെടുത്തെറിയുക, ആ ഒരു രീതിയിലുള്ള എഫക്ട്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ ഒരു പടം ഒരു വലിയ ക്യാൻവാസിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ എത്ര വലുതായിട്ട് എടുത്തു വെച്ചാലും അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റോറി ഒന്നും അല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. പിന്നെ എത്ര വലിയ പടമാണ്, എത്ര വലിയ ക്യാൻവാസിലാണ് എടുത്തു വെച്ചതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സിനിമയിലെ വില്ലൻ ബോബി ഡിയോൾ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വൻ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനും വലിയ കോമഡിയാണ് പിന്നീട് വരുന്ന വില്ലൻ. ഇതിനകത്ത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. പുട്ടിനെ വീര പോലെ, അല്ലെങ്കിൽ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിക്കുക എന്ന് പറയത്തില്ല, അമ്മാതിരി ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. എന്റെ പൊന്നെ എന്തിന്റെ കേടായിരുന്നു. ശരിക്കും നമ്മൾ വേറൊരു രീതിയിൽ കാണാൻ ആഗ്രഹിച്ച ഒരു കോംബോയാണ് ശിവണ്ണ ഇമാതിരി കൊണ്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. ഒന്നും പറയല്ലടേ. ശരിക്കും കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വച്ചിട്ട് വേണം ആ ഒരു ട്യൂൺ ഇടാനായിട്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാനായിട്ട്. പൊളിച്ചനെങ്കിൽ എന്നാലും വളരെയധികം പ്രതീക്ഷയുമായിട്ട് പടത്തിന് കയറി കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയൊക്കെ കുറച്ചിട്ട് ഒന്ന് പോയി പടം കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞടേ. ബൈ.